ഹായ്. എന്തെല്ലാന്ന് കൊറേ നാളായിട്ട് നമ്മള് കണ്ടിട്ട് അല്ലെ. നമ്മള് വലിയ വീഡിയോസ് ഒന്നും ഇടില്ല, അതായത് ലെങ്ത് വീഡിയോസ് ഒന്നും ഇടില്ല. നമ്മൾ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഇടുള്ളൂ. ഇതേപോലെ ഓൺ വോയിസ് വീഡിയോസ് ഒന്നും നമ്മൾ ഇടലേ ഇല്ല. സത്യം പറഞ്ഞാല് വലിയ കണ്ടന്റും ഇല്ല അല്ലെ. എന്നായി ചെയ്യേണ്ട വീഡിയോ വലിയ കണ്ടന്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ വെറുതെ ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇനി നമ്മള് ലെങ്ത് വീഡിയോ ഇടാൻ ശ്രമിക്കും അല്ലെ. ഓരോന്നോരോന്ന് ഇടാൻ നോക്കും, ശ്രമിക്കാം. കാരണം എന്താ വെച്ചാല് നിലനിൽപ്പാന്നല്ലോ എല്ലാരും പ്രശ്നം അല്ലെ. ലെങ്ത് വീഡിയോ ഇടണോ ഷോർട്സ് വീഡിയോ ഇടണോ? പക്ഷെ നമ്മൾ ഷോർട്സ് വീഡിയോ ഡെയിലി ഇടുന്നുണ്ട് കേട്ടാ. കുറെ ആള് ചോദിക്കുന്നുണ്ട് നിങ്ങള് വീഡിയോ കാണുന്നില്ലല്ലോ അല്ലെ. നേരിട്ട് കണ്ടാലും ചോദിക്കുന്നുണ്ട് നിങ്ങള് വീഡിയോ കാണുന്നില്ലല്ലോ, പോകുന്നില്ല, എന്നാ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. വേറെ അതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, അതായത് 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇടുന്നുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് അല്ലെ. ഇത് 3 നമ്മൾ ഇടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് കുറെ ആള് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അറിയില്ല ഇത് എന്നാന്ന് ഇവരെ അൽഗോരിതം നമുക്കറിയില്ല. ചിലപ്പോ നല്ല വൈറലായിട്ട് എത്തു അല്ലെ എല്ലാ വീഡിയോസും. അല്ല, അങ്ങനെയാണ് സംഭവം അല്ലെ. പിന്നെ വേറെ ഒന്നും പറയാൻ മറന്നുപോയി. ഇവളെ പറ്റി ചോദിച്ചിനി, പ്രഗ്നന്റ് ആണോ എന്താണെന്ന് ചോദിച്ചു. 7 മാസമായി. ഇവളിപ്പോ 7 മാസമായി. അതിനെ കുറിച്ചൊന്നും ഇടാൻ പറ്റിയിട്ടില്ല, വീഡിയോ ഇടാൻ പറ്റിയില്ല. ഭയങ്കര പ്രശ്നമായി പോയി, കുറെ അഡ്മിറ്റിലായി പോയി. കുറെ അല്ല, 2-3 ദിവസം 2.5 മാസം അഡ്മിറ്റ് ആയിന്. 2.5 മാസം അല്ല, 2.5 മാസം ഉള്ളേരോ. 2 ദിവസം അഡ്മിറ്റ് ആയി, അങ്ങനെ പറ. 2.5 മാസം അഡ്മിറ്റ് ആകാൻ വേണ്ടിട്ടാ ആളെന്ന് വിചാരിക്കുക. നമ്മളെ കാന്താരി 1ാം ക്ലാസ്സിൽ എത്തിയട്ടാ. നിന്നെ കാന്താരിന്ന് വിളിക്കുനി എല്ലാരും. അവളെ പറ്റി കുറെ ആള് ചോദിച്ചിനി, എന്താണ് എത്ര പഠിക്കുന്നെല്ലാം ചോദിച്ചിനി. അപ്പൊ ഇവള് 7-ാം മാസമായി. കാന്താരി 1ാം ക്ലാസ്സിൽ പോയി. പിന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്ന് വെച്ചാല് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മളെ പണിന്നൊന്നും പറഞ്ഞുകൂടാ, ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്. അതായത് നമ്മളെ യൂട്യൂബുകാർ ചെറിയ സൂചന തന്നിട്ടുണ്ട്, ഇതാ നിങ്ങൾക്ക് പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നല്ല, ചെറിയ സ്ട്രൈക്കിന്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അത് ആ സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടി കാരണം എന്ന് വെച്ചാല് നമ്മള് 1.5 ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഈച്ചാന്റെ ട്രാപ്പിന്റെ ഒരു വീഡിയോ. അത് ചെയ്തേനാണ് നമുക്ക് സ്ട്രൈക്ക് തന്നിട്ടില്ലേ. കോമഡി. ആ ഒറ്റൊരു കാരണത്തിന്, അത് ചെറിയ നിസാര കാര്യത്തിന്. അപ്പോ ഇനി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരോട് നമുക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയണമെന്ന് വെച്ചാൽ ഒന്നും നിസാരാക്കരുത്. ഈ യൂട്യൂബിന്റെ കമ്പനിക്കാർ തരുന്ന ഏത് നിയമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് മാത്രം കണ്ടന്റ് ചെയ്യുക, ഇല്ല പണി കിട്ടും. ഇതാ ഇപ്പൊ നമുക്ക് കിട്ടിയ പോലെ പണിന്നല്ല, ഒരു സൂചന കിട്ടും. എന്റെ അഭിപ്രായത്തില് 3 സ്ട്രൈക്കാറ്റെന്നുള്ള അല്ലെ. 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാല് സാധനം പൂട്ടിപ്പോവും. അതായത് നമ്മളെ ചാനല് ആട്ടപ്പട്ടലം പൂട്ടും, പിന്നെ ഒരു രക്ഷയുമില്ല. നമ്മളെ ചാനൽ ഉണ്ടെന്നേ, പിന്നെ ഈ ലോകത്തുണ്ടെന്നേ ഉണ്ടാവില്ല. അവര് അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അതല്ല തമാശ, അതല്ല. നമ്മൾ 24 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കുമെന്ന് വെച്ചാൽ നിസാര കേസല്ല. എല്ലാവർക്കും അറിയാലോ, നമ്മളെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഇതാണ്. ഒരു പടുത്തുയർത്തിയ അത്ര കഷ്ടപ്പെട്ടിട്ട് സ്വപ്നം കണ്ടിട്ട്. അപ്പൊ ഇതെല്ലാം ഒറ്റയടിക്ക് പോകുന്ന വെച്ചാല് ഭയങ്കര സങ്കടമില്ല. നമുക്ക് ചാനൽ പുതിയത് ഉണ്ടാക്കാം അല്ലെ, പുതിയ പാസ്വേഡും ജിമെയിൽ ഐ ഡിയിലും വെച്ചിട്ട് പുതിയ ചാനൽ ഉണ്ടാക്കാം. പക്ഷെ ഇത്ര 24 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്ത് പണി, നമ്മളെ 4 കൊല്ലത്തെ കഷ്ടപ്പാടാണ്. അത് പോയെന്നെ. ചെറിയ വിഷമമെല്ലാം ഉണ്ട് കേട്ടാ, പോവൂലെന്ന് വിശ്വസിക്കുന്നു. പോയാൽ ചെറിയ വിഷമമെല്ലാം ഉണ്ടാവും, എല്ലാവർക്കും അറിയാലോ. പിന്നെ ഞാൻ പറയാൻ നോക്കിയേ, വേറെന്തോ പറയാൻ നോക്കിയല്ലോ. അപ്പൊ കാര്യം വേറെ ഒന്നുമില്ല ഫ്രണ്ട്സേ. നമുക്ക് ഇതേപോലെ ഇടക്കിടക്ക് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കാര്യമായിട്ട് ഇത് പറയാൻ വേണ്ടി വന്നതാണ്. കാരണം എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ. എല്ലാ യൂട്യൂബർമാരൊന്നും ഇതൊന്നും പറഞ്ഞിരുന്നില്ല. ഏത് ദുരഭിമാനെല്ലാം വിചാരിച്ചിട്ട് ഇത് നമ്മളെ ചാനൽ താണുപോയാൽ അങ്ങനെയൊന്നും വിചാരിച്ച് എല്ലാരും പറഞ്ഞിരുന്നില്ല. നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. അപ്പോ ഇനി ചെയ്യുന്നവര് ഒന്ന് സൂക്ഷിച്ചോ, നിങ്ങൾക്കും പണി കിട്ടാണ്ട് നിൽക്കട്ടെ അല്ലെ. സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇനിയും പിന്നെ ഇതുപോലത്തെ കണ്ടന്റുമായിട്ട് ലെങ്ത് വീഡിയോ എല്ലായിട്ട് നമ്മൾ വരും, കൃത്യമായിട്ട് വരും. എന്നാലേ നിലനിൽപ്പുള്ളൂ. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറെ ആൾ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളിപ്പോ വീഡിയോ കാണുന്നില്ലല്ലോ, എന്താണ് വീഡിയോ ഇടാത്തെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോ പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞാല്, പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്നെല്ലാം പറയുന്നത് ചെറിയ ഷോർട്ട് ലൈഫുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാം. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമേ ഉള്ളൂ മാക്സിമം ഇതിലൊക്കെ ലൈഫ്. അപ്പോ അതിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളാം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ
ഇനിയും സ്ഥിരമായിട്ട് വീഡിയോ ഇടേണ്ട പരിപാടിയാണ്. നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ലെങ്തി വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ കണ്ടന്റ് ഒന്നുമില്ല. കാര്യമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ? നമ്മളൊരു സമൂഹത്തിലേക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉള്ളടക്കം വേണ്ടേ? അത് സത്യം പറഞ്ഞാൽ നമുക്കില്ല. ഒന്നാമത് പിന്നെ ഇവിടെ പ്രഗ്നന്റ് ആണ്, കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, നമ്മൾ ദൂരെ എവിടെയും പോകാൻ പറ്റുന്നില്ല. എന്നാലും നോക്കാല്ലേ, ഇനി നമ്മൾ ഇതേപോലത്തെ വീഡിയോ നമ്മൾ ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന കാണുന്നുണ്ട്. അതിലൊന്നും വലിയ ഉള്ളടക്കമൊന്നും നമ്മൾ കാണില്ല. അതുപോലെ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അല്ലെ? കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇഷ്ടപ്പെടുന്നവര് നമ്മളെ വീഡിയോ കണ്ടോട്ടെ അല്ലെ? നമ്മളെ നാടും ചുറ്റുപാടും നമ്മളെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്കെല്ലാം നമ്മളെ വീഡിയോ കാണാം അല്ലേ? ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. ഹെയ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. അത് ഏത് യൂട്യൂബേഴ്സ് ആയാലും ആരായാലും ഹെയ്റ്റേഴ്സ് ആണ് അല്ലെ? നമ്മളിപ്പോ ഇതാ ഈ വീഡിയോ ചെയ്താൽ തന്നെ ഇതിനൊരു 1000 ഹെയ്റ്റേഴ്സ്, 1000 പോരാ, ഇഷ്ടം പോലെ ഹെയ്റ്റേഴ്സ് ഉണ്ടാവും. വട്ടവർ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് മാത്രമല്ല കാര്യമായിട്ട് വന്ന ഈ രാത്രി ആട്ട സമയം നമ്മളിപ്പോ മൈക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ വേറെ വിചാരിക്കണ്ട, ഇത് ഷോ ഓഫ് ഒന്നല്ല. കാരണം വെച്ചാൽ ഭയങ്കര അല്ലേ, ഒന്നാമത് ഫാൻ ഇട്ടിട്ടുണ്ട്, പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ചീവീടിന്റെയും അതിന്റെയും ഇതിന്റെയും എല്ലാം ഒച്ചയുണ്ടോ രാത്രി. അതുകൊണ്ടാണ് മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടില്ലേ. അതും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ശിവയില എന്നെ ഉറക്കം വരുന്നില്ല. ഏകദേശം 10 മണി കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ, അനിയന്മാരെ, ഏട്ടന്മാരെ, അത്രേ ഉള്ളൂ. വീഡിയോ ചെയ്യുമ്പോൾ നോക്കി ചെയ്തോ. പണി കിട്ടാനാകണ്ട. പണി കിട്ടിക്കഴിഞ്ഞിട്ട് ഉള്ളതും പോയതിന്റെ ഉണ്ണിയമ്മേന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടും ബൈരം കൊടുത്തിട്ടൊന്നും കാര്യമില്ല കേട്ടാ. അപ്പൊ ഇതുവരെ എത്തിച്ചത് നിങ്ങൾ സത്യം, ഇതുവരെ എത്തിച്ചതിന് ഒന്നും ഒരു റിസൾട്ട് ഇല്ലാണ്ടായിപ്പോ അല്ലെ? ഇതുവരെ എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. ഈ കാണുന്ന ആൾക്കാർ തന്നെ നമ്മളെ ഈ ഒരു എന്താ പറയാ സത്യം. നീ ആ സപ്പോർട്ട് ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറെ കാലം എല്ലാരും കണ്ടിട്ടും എല്ലാരും പരിചയപ്പെട്ടിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ശുഭ രാത്രിയാണ് കേട്ടാ. അപ്പൊ രാവിലെ കാണുന്നവർക്ക് ഗുഡ് മോർണിംഗ്, ഉച്ചക്ക് കാണുന്നവർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോ ബായ്. എന്നാലേ അടുത്ത ദിവസം തന്നെ നമ്മള് പുതിയ വീഡിയോ ആയിട്ട് വരും കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വലിയ മുതൽ മുടക്കുള്ള കാര്യമൊന്നുമല്ല, പ്രത്യേകം ചെയ്തു വെച്ചോ അല്ലേ? എന്നാ പിന്നെ ഓക്കെ. എന്നാലേ ശിവു ബൈ പറയും. മൈക്ക് കൊടുക്കണോ? മൈക്ക് കൊടുക്ക്. ബൈ എന്നാലേ. ഓക്കെ ബൈ.